നല്ല പ്രകൃതി രമണീയമായ ഒരു കാട്ടിൽ നടക്കാൻ വന്നതാ. പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോടാ, ഇവിടെ കപ്പിൾസ് മാത്രമേ ഉള്ളല്ലോ. എന്താണ് അവിടെ ഇവിടെ മൂലയിൽ ഓരോന്നിരിപ്പുണ്ട്. ഞാനെന്തൊരു തെണ്ടിയാണേ, എന്തൊരു വൃത്തികെട്ട വർത്താനോടാ പറഞ്ഞത്. അങ്ങനെയൊന്നും പറയാനേ പാടില്ലടാ. അതറിയാതെ അകത്ത് കടന്ന വൃത്തികെട്ട സദാചാരം വെളി വന്നത് കേട്ടോ. എടാ നിങ്ങൾ എവിടെ വേണേ ഇരിക്കടാ, അതാണ്ട് ഈ മൂലയിലിരുന്നു, കാട്ടിലോ കൂട്ടിലോ എവിടെ വേണേ ഇരിക്കും മോനെ. മോനെ ഈ കുറ്റിക്കാട്ടിൽ 112 വെറൈറ്റി കിളിയും 12 വെറൈറ്റി 8 കാലി 4 വെറൈറ്റി പാമ്പും ഉണ്ടെന്ന്. ഞാൻ എന്നിട്ട് ഒരു കിളീനെ പോലും കണ്ടില്ലല്ലോടാ. അതുപോലെ പാമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ ശരിയാണോ? മോനെ ഇത് ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പണ്ട് ഇംഗ്ലീഷ് പഠിച്ച ഒരു പാഠപുസ്തകത്തിലുള്ളത്. മോനെ ഇടത്തോട്ടുള്ള വഴി എടുക്കണോ വലത്തോട്ടുള്ള വഴി എടുക്കണോ? ഇടത്തോട്ടുള്ള വഴി കൂടെ 2 ഇണക്കുരുവികൾ കയറിപ്പോയി മോനെ. ഇനി ഞാൻ അതിൻ്റെ പുറകെ പോയിട്ട് അവർക്ക് ശല്യമാകണ്ട. ഞാൻ വലത്തോട്ടുള്ള വഴി എടുത്തു മോനെ. ഇത് സീനാണ് കേട്ടോ. ഇത് ഇനി കണ്ടിട്ട് കുറച്ച് ഭയാനകമായിട്ട് തോന്നുന്നുണ്ട്. വല്ല പാമ്പും കയറി കടയ്ക്കുവാടാ. തിരിച്ച് വിട്ടാലോ? പക്ഷെ എൻ്റെ പൊന്നു മോനെ എന്നാ വ്യൂ ആടാ ഇത്. ബാംഗ്ലൂരിലെ ഒരു 4-1 നല്ല സുഖമായിട്ട് കാണാം കേട്ടോ. ഓ എടാ മോനെ കുറച്ച് പേടി പോലെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ കൂടെ ഇങ്ങനെ പോകുന്നത്. എടാ പക്ഷെ കൊള്ളാം കേട്ടോ, നല്ലൊരു തിരക്കേടില്ലാത്ത സൂപ്പർ ട്രെക്കിംഗ് സ്പോട്ട് ആണല്ലോടാ. ഇതെന്താടാ ഞാൻ ഇതിന് മുമ്പ് അറിയാഞ്ഞു പോയത്? ഇതെന്ത് ജീവി? പങ്കോളിനോ? എൻ്റെ പൊന്നി ഇത് ഈനാമ്പിച്ചിയല്ലേ? എടാ ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. എൻ്റെ പൊന്നു മോനെ ഇതൊക്കെ ഉണ്ടോ ഈ കാട്ടിൻ്റെ അകത്ത്? എടാ മോനെ ഞാൻ ഈ കുറ്റിക്കാട്ടിൽ കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുന്ന എങ്ങനെ അമ്മ അറിഞ്ഞാൽ പിന്നെ അത് മതിയടാ എന്നെ കേൾപ്പിക്കാനായിട്ട്. ഉപദേശം തരാം വർമ്മ സാറേ. ഒരു കാര്യം മനസ്സിലായി, ഇതേപോലുള്ള ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്നാൽ മാനത്ത് നോക്കി ഇരിക്കത്തേ ഉള്ളൂ മോനെ. വെറുതെ കുശുമ്പാവത്തതേ ഉള്ളൂ. അസൂയ തോന്നുന്നു. ആൾക്കാരുടെ അപ്പുറത്തും ഇപ്പുറത്തും പിടിക്കാനായിട്ട് ഓരോരോ പെണ്ണുങ്ങളുണ്ടോ. അത് 40 വയസ്സുള്ള അപ്പച്ചനായാലും ശരി, 14 വയസ്സുള്ള കൊച്ചു ചെറുക്കനായാലും ശരി. അതുകൊണ്ട് എന്നാ പറയാനാ മോനെ, ഒരു വിഷമവും ഇല്ല. നമ്മുടെ സ്വന്തമായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണ്ടേ. അപ്പുറത്തും ആൾക്കാരുണ്ട്, നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു പോകത്തേ ഉള്ളൂ മോനെ. എടാ നിനക്ക് എന്ത് തോന്നുന്നു? ഞാൻ ഈ കാട്ടിക്കൂടെ നീ ഒറ്റയ്ക്ക് നടന്നു പോകണമെന്നാണോ പറയുന്നത്? തോന്നിയത് ശരിയാടാ, ഞാൻ ഒറ്റയ്ക്ക് നടന്നു. ഓ പൂജ്യം സിവിക് സെൻസ് കൊക്കക്കോള. ഇതെന്ത് കിണ്ടി? എടാ മോനെ അതാണ് എനിക്ക് തോന്നുന്നു ഉറുമ്പിൻ്റെ വീടാണെന്ന് തോന്നുന്നു. ഒന്നെങ്കിൽ ഉറുമ്പിൻ്റെ വീടായിരിക്കും, അല്ലെങ്കിൽ പാമ്പിൻ്റെ വീടായിരിക്കും. എന്തായാലും ഉറുമ്പിൻ്റെ ആണെങ്കിൽ അതിൻ്റെ അകത്താണ് ഈനാമ്പേച്ച് മൂക്കിട്ട് ഉറുമ്പിനെ പിടിക്കുന്നത്. ഫൈനലി കുറച്ച് മനുഷ്യരൂപം കണ്ട്. ഇവരൊക്കെ എവിടെ ആയിരുന്നുണ്ട് എത്ര നേരം? ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ. ഓക്കെടാ മോനെ, അടിപൊളി സ്പോട്ടായിരുന്നു മോനെ അത്. അവിടെയൊക്കെ പോയിരുന്നു വെറുതെ വായി നോക്കിയിരിക്കാൻ നല്ല സുഖമായിരുന്നു മോനെ. എന്നാൽ പിന്നെ സമയം കളയാതെ എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ. നാളെ 9:30 ഓഫീസിലെത്തണമെന്ന് എന്നതാണോ. ശരി മോനെ, എന്നാൽ പിന്നെ നാളെ കാണാം. ബൈ.